നമ്മളോട് കോമ്പറ്റ് ചെയ്യാന്നല്ലാതെ പുറത്തൊരാളോട് കോമ്പറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു അർത്ഥമില്ലാത്തൊരു കാര്യം. നമ്മളോടാണ് ഇന്നലത്തേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് എങ്ങനെ ഇന്ന് പെർഫോം ചെയ്യാം, ഇന്നലത്തേക്കാൾ ഒരു ബെറ്റർ പേഴ്സണായിട്ട് എനിക്ക് ഇന്ന് മാറാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഓരോ ദിവസവും നമ്മുടെ കോമ്പിറ്റൻസിങ് ക്യാരക്ടർ എന്ന് പറയും, ഓരോ ദിവസവും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പെർഫോമൻസും നമ്മുടെ ക്വാളിറ്റീസും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, ലോയൽറ്റി ഒക്കെ ഓരോ ദിവസവും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ അപ്ഗ്രേഡ് ചെയ്യാൻ തീരും. ഒരാൾ അപ്ഗ്രേഡ് ചെയ്യുക നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഓരോ ദിവസവും ലേൺ ചെയ്യുക, ഓരോ ദിവസവും എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യുക, ഓരോ ദിവസവും നമ്മൾ സമയം പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടല്ല, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യം നമ്മൾ ഒരു ലേണിങ്ങിന് വേണ്ടി കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടാക്കുക. എപ്പോഴും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇപ്പോൾ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്ന അതാണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ. സെൽഫ് എസ്റ്റീം പല ആൾക്കാർക്കും ലോ ആണ്, പല ആൾക്കാർക്കും ജീവിതത്തിൽ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന സെൽഫ് എസ്റ്റീമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ തന്നെ നമുക്ക് പ്രോമിസ് കൊടുക്കുന്നത് നമ്മൾ തന്നെ കീപ്പ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് നമ്മളെ ട്രസ്റ്റ് ഇല്ല. അവിടെയാണ് കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം. അല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളൊരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരാൾ നോ പറയുന്നതിനകത്ത് 99% റീസണും സെൽഫ് എസ്റ്റീം ഇല്ലായ്മ കൊണ്ടാണ്. അതായത് അവരെ വിശ്വാസമില്ല. നമ്മൾ പലപ്പോഴും വീട്ടിലൊരു ഡ്രൈവർ വണ്ടിയുള്ള ഒരാളാണ് എന്ന് ചിന്തിച്ച് നോക്കുക. വീട്ടിൽ നമുക്ക് വണ്ടിക്ക് ഡ്രൈവറുണ്ടെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മിക്കവാറും ആൾക്കാർ വീട്ടിൽ ഭാര്യ ഉപദേശിക്കുക, നിങ്ങൾ ഓടിക്കണ്ട കേട്ടോ, ഡ്രൈവർ ഓടിച്ചോളൂ. അതിന് ഡ്രൈവർ ഓടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാവില്ലേ? ഡ്രൈവറെ വിശ്വാസമാണ്, നമ്മളെ വിശ്വാസമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഗതികേടാന്നുള്ള കാര്യം. അതായത് വണ്ടിക്ക് ഡ്രൈവറുണ്ട്, നമ്മളുണ്ട്. നമ്മൾ ഈ ഡ്രൈവർ ഓടിച്ചതിൻ്റെയൊക്കെ എത്രയോ കിലോമീറ്റർ കൂടുതൽ ഓടിച്ച ആളായിരിക്കും മിക്കവാറും ഡ്രൈവറെ വെക്കുന്നത്. ഡ്രൈവർ മിക്കവാറും പയ്യനായിരിക്കാം. അതിനേക്കാൾ എത്രയോ കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ആ വണ്ടി ഓടിക്കുന്ന വണ്ടിയുടെ ഉടമസ്ഥൻ. കാരണം മിക്കവാറും ആ ലെവലിലൊരു ഡ്രൈവറെ മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് അഫോർഡ് ചെയ്യാനുള്ള ഒരു ഇതുള്ള ഒരാളല്ലേ ഡ്രൈവറെ വെക്കുന്നത്. അപ്പോൾ എത്ര കൂടുതൽ അദ്ദേഹം ഓടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഭാര്യ പറയുന്നല്ലേ, വീട്ടിലുള്ളവർ പറയും നിങ്ങൾ ഓടിക്കണ്ട കേട്ടോ, ഡ്രൈവർ ഓടിച്ചോളൂ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ക്ലോസ് സർക്കിളിൽ നമുക്ക് നമ്മളെ വിശ്വാസമില്ലായ്മയാണ് സെൽഫ് എസ്റ്റീം ഇല്ലായ്മ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രോമിസ് തരും, നമ്മൾ കീപ്പ് ചെയ്യത്തില്ല. ഏറ്റവും വലിയ ഡേഞ്ചർ അതാണ്. വേറൊരാൾക്ക് പ്രോമിസ് കൊടുത്തിട്ട് കീപ്പ് ചെയ്യാത്തതല്ല ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം. നമുക്ക് പ്രോമിസ് കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ പ്രോമിസ് കൊടുത്തിട്ട് നമ്മളോട് കീപ്പ് ചെയ്യാതെ നമ്മളെപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ പുറത്തുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് ജീവിക്കുന്നത്. നമ്മളൊരു വീട് വെക്കുന്നു, കാറ് വെക്കുന്നു, ഇതെല്ലാം എന്തിനാണ്? മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ്. നമ്മളൊരു ഡ്രസ്സ് മേടിച്ചാൽ പോലും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്, നമ്മളെ തൃപ്തിപ്പെടുത്താനല്ല. ഇതെല്ലാം നമ്മളെ കോമ്പറ്റ് ചെയ്യാൻ നമ്മളെ ആണ് നമ്മൾ കോച്ച് ചെയ്തെടുക്കേണ്ടത്, വേറൊരാളെ അല്ല. പല ആൾക്കാരുടെയും തെറ്റായിട്ടുള്ളൊരു ധാരണ ഇതാണ്. നമ്മൾ കോച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മളെയാണ്, പുറത്തൊരാളല്ല. പുറത്തൊരാളുമായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ അവരുടെ ആവശ്യമില്ല. നമ്മൾ സ്കൂളുകളിൽ പോലും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. കുട്ടികളൊക്കെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ ജീവിതം മോശമാക്കി കളയുക, സത്യം പറഞ്ഞാൽ. കാരണം ഓരോന്നും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ്, ഓരോരുത്തരും അത്ഭുതങ്ങളാണ്. ഇവിടെ ജനിച്ച് വീഴുന്ന ഓരോരുത്തരും അത്ഭുതങ്ങൾ ആക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഈ അത്ഭുതങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ അവരിലുള്ള കഴിവ് അവർക്ക് തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അവരുടെ പേരൻസും ടീച്ചേഴ്സും അവരെ ഡെവലപ്പ് ചെയ്തെടുത്ത് അവരുടെ കഴിവുകൾ പറഞ്ഞ് അവരെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് പകരം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നീ എന്തിനാ അത് മോശം, നിനക്കെന്നതിന് മാത്സിന് മാർക്ക് കുറവെന്നാണ്, ഫിസിക്സിന് മാർക്ക് കുറവ്, മറ്റേതിന് മാർക്ക് കുറവ്, ഇവൻ്റെ കുറവുകൾ ഓർപ്പിച്ച് നമ്മളെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റുന്നൊരു സിസ്റ്റം നമ്മുടെ ഇവിടെയുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വൺസ് ഗോൾ സെറ്റ് ചെയ്യുക, അച്ചീവ് ചെയ്യുക, പ്രാക്ടീസ് തുടങ്ങിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എല്ലാ ദിവസവും ഇന്ന് ചെയ്ത് തീർക്കേണ്ട ടാസ്ക് ഒന്ന് എഴുതി വെക്കുക. ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്ത് തീർക്കേണ്ട ടാസ്ക് ഒന്ന് എഴുതി വെക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, മറ്റിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാനൊന്ന് എഴുതി വെച്ചിട്ട് വൈകുന്നേരം ഇരുന്ന് ടിക്ക് ചെയ്ത് നോക്കിയാൽ ഭയങ്കര അപാര കോൺഫിഡൻസ് വരും. അതായത് നമ്മൾ പല ആൾക്കാരും ഇവിടെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ആൾക്കാർ മിഡിൽ ക്ലാസ് ആകുന്നതിൻ്റെ കാര്യം അവരെല്ലാം ഒന്നും കംപ്ലീറ്റ് ചെയ്യത്തില്ല, മിഡിൽ വെച്ച് നിർത്തിപ്പോകും. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് 90-91 എന്ന് പറയും. അതായത് 1 ഫോക്കസ്, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ മൈൻഡ് ഫോക്കസ് ചെയ്യാനായിട്ട് 90 ദിവസം അതിരാവിലെയുള്ള സമയം 90 മിനിറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഫിക്സ് ആയി കിട്ടും.